തെരുവുനായ വന്ധ്യംകരണത്തിൽ മാതൃകയായി കോഴിക്കോട് കോർപ്പറേഷൻ 5 വർഷത്തിനിടെ കോർപ്പറേഷൻ പരിധിയിൽ 14,552 നായകളെ വന്ധ്യംകരിച്ചു. ഇതിനിടെ വീണ്ടും നായകളുടെ എണ്ണം കൂടിയതോടെ വീണ്ടും തെരുവുനായകളുടെ സർവേ നടത്താൻ ഒരുങ്ങുകയാണ് നഗരസഭ. തെരുവുനായകൾക്ക് 2ാം ഘട്ട റാബീസ് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഇപ്പം നാളിതുവരെയായിട്ട് നമ്മളൊരു 14,500ഓളം തെരുവുനായകളെ വന്ധ്യംകരിച്ച് കഴിഞ്ഞു 5 വർഷം കൊണ്ട്. അപ്പം ഇത്രയും ഫാസ്റ്റിൽ നമ്മളുടെ വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് വന്നപ്പം നമ്മളുടെ കംപ്ലയിൻറ്റുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി തുടങ്ങി. അതുപോലെ തന്നെ ബൈറ്റ് ഇൻസിഡൻസും കുറഞ്ഞു. ഇത്ര നാളും നടത്തി വന്നതിൽ നമുക്ക് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം സർക്കാർ നിർദ്ദേശമുണ്ട് റീവാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഓൾറെഡി ഈ നമ്പർ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ റീസർവേ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോസസ്സും ആരംഭിച്ചു കഴിഞ്ഞു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു പുതുമാതൃക തീർക്കുകയാണോ? തെരുവുനായ ശല്യത്തെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ധ്യംകരണത്തിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ കോർപ്പറേഷന്? ഈ കണക്കുകൾ അതല്ലേ നൽകുന്ന സൂചന? സുജയ, തീർച്ചയായിട്ടും തെരുവുനായകൾ പെറ്റുപെരുകുന്നത് ക്രമാതീതമായി പലയിടങ്ങളിലും വർദ്ധിക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ അത്തരത്തിൽ തീർത്തുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലയിടങ്ങളിലും തെരുവുനായകൾ പ്രസവിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും പരാതി ഉണ്ടായി. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ABC പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ 2019 മുതൽ 5 വർഷക്കാലമായി 14,000-ലധികം തെരുവ് പട്ടികളെ വന്ധ്യംകരിച്ചു എന്ന് പറയുന്നൊരു കണക്ക് അവർ പുറത്തുവിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഈ കണക്ക് വളരെ വലിയ കണക്കാണ്. അതുപോലെ മറ്റൊരു മാതൃക കോഴിക്കോട് കോർപ്പറേഷനിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുക. 2018 തെരുവുനായ സർവേ നടത്തിയ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. ആ തെരുവുനായ സർവേയിൽ 13,000-ഓളം തെരുവ് പട്ടികൾ കോർപ്പറേഷനകത്തുണ്ട് എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ 5 വർഷത്തിനിടയിൽ അത് വർദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് കോർപ്പറേഷൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം തന്നെ തെരുവുനായകളുടെ സർവേ വീണ്ടും നടത്താൻ കോർപ്പറേഷൻ പോവുകയാണ്. അതിനെ നമ്മുടെ പല ഏജൻസികളുടെയും സഹായം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, തെരുവ് നായകൾക്ക് വാക്സിൻ, റാബീസ് വാക്സിൻ കൊടുക്കുന്നത് ഒറ്റഘട്ടമായിട്ടാണ് പല തദ്ദേശ സ്ഥാപനവും കൊടുത്തിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒറ്റഘട്ടം കൊടുത്തു കഴിഞ്ഞു. രണ്ടാമതും റീവാക്സിൻ ചെയ്യാനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ റീവാക്സിനേഷനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ABC പ്രൊജക്ടിന്റെ വളരെ കൃത്യമായൊരു നടപ്പാക്കൽ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും ഇവിടെ തെരുവ് നായകൾ പെറ്റുപെരുകുന്നുണ്ട്. അപ്പോൾ മറ്റിടങ്ങളിലെ കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ യഥാർത്ഥത്തിൽ ഒരു നല്ല മാതൃകയാണെന്ന് പറയേണ്ടിയിരിക്കും. ഓക്കെ, ആ മാതൃക തുടരട്ടെ. മറ്റു കോർപ്പറേഷനുകളും അതുപോലെ തന്നെ പഞ്ചായത്തുകളും ഒക്കെ ഈ ഒരു മാതൃകയിലേക്ക് എത്തിയാൽ നമുക്ക് തെരുവുനായകളെ പേടിക്കാതെ ഇറങ്ങി നടക്കാൻ കഴിയുമല്ലോ. നാട്ടിൽ പട്ടി ശല്യമുണ്ടെന്ന് പറഞ്ഞ് മാവേലിയുടെ വരെ വീഡിയോ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്, പട്ടി ഓടിക്കുന്ന മാവേലിയെ വരെ. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ?